കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിലൊരു വചനം പ്രകാശിപ്പിച്ചത് ഒന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും എഴുതിയിരിക്കുന്ന 2 വചനങ്ങളാണ് ദൈവാത്മാവിൻ്റെ ഉള്ളത്തിൽ കൊണ്ടു തന്നത്. അതായത് ഈ സ്ഥലം നിർജ്ജന പ്രദേശമല്ലോ, നേരം നന്നേ വൈകി. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അങ്ങനെ പറയുമ്പോൾ, അടുത്ത യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്, എന്നാൽ ഇത്ര പേർക്ക് അതെന്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ 2 വചനം ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്ഥലം മരുഭൂമിയാണ്, പക്ഷേ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ചെന്നപ്പോൾ നിർജ്ജന പ്രദേശമായിരുന്ന ആ സ്ഥലം അത് ജനനിബിഡമായി തീർന്നു. മരുഭൂമിയായിരുന്ന ആ സ്ഥലത്ത് വിശന്ന് വലഞ്ഞ ജനത്തിന് ആഹാരം ലഭിക്കാൻ മനുഷ്യ പരിഹാരങ്ങളൊന്നും അതിന് ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ആ സ്ഥാനത്ത് അതിനപ്പുറമായ സ്വർഗത്തിലെ ദൈവം അവിടെ ചെയ്തു. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച്, വിശപ്പനുസരിച്ച്, അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ അനുസരിച്ച് അന്ന് മരുഭൂമിയിലെ ജനത്തിന് തൃപ്തിയായിട്ട് കൊടുത്ത് ബാക്കി ശേഷിപ്പിച്ച് ആ മരുഭൂമിയെ ഒരത്ഭുതത്തിന്റെ സ്ഥലമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റിയെങ്കിൽ ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പോൽക്കാലം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. പ്രാപിച്ചതും ലഭിച്ചതുമെല്ലാം ഇത്ര പേർക്ക് എന്തുണ്ടെന്ന് പറയുമ്പോൾ അതിനപ്പുറമായതൊന്ന് പരിശുദ്ധാത്മാവിന് ഇന്ന് പോൽക്കാലം ഇവിടെ ചെയ്യാനുണ്ടെന്ന് ദൈവം വ്യക്തമായിട്ട് ആലോചന അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി പരിശുദ്ധാത്മാവ് വൻകാരണം ചെയ്യാനുണ്ട്. അതിലിരിക്കുന്ന ജനം മുഴുവനും ദൈവത്തിൽ വളരെ പ്രാർത്ഥനയോടെ ഒരു ലേഡീസ് കോൺഫറൻസിന് കടന്നു വന്നു എന്നുള്ളതല്ല, അറ്റൻഡ് ചെയ്തു എന്നുള്ളതല്ല, അതിനപ്പുറമായി ഇന്ന് വൻകാലം വലിയൊരു വിടുതൽ വ്യക്തിപരമായി എനിക്ക് എന്റെ കുടുംബത്തിനും എന്റെ സഭയ്ക്കും എന്റെ ദേശത്തിനും എനിക്കുള്ള ദൈവിക പദ്ധതി വെളിപ്പെടുവാനും അത് കാരണമായി തീരണമെന്ന് എല്ലാ ജനം പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടുവാൻ കാരണമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പൊന്നുനാമത്തിന് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിലും സ്റ്റേറ്റുകളിലും